ഇതുപോലത്തെ ദിവസമൊക്കെ വല്ലപ്പോഴേ കിട്ടുള്ളേ. രാവിലെ ലാലേട്ടന്റെ പടത്തിന്റെ ട്രെയിലർ, വൈകിട്ട് മമ്മൂക്കേന്റെ പടത്തിന്റെ ട്രെയിലർ, ബസൂക്കേന്റെ ട്രെയിലർ വന്നിട്ടുണ്ട് ഗൈസ്. 8 മണിക്ക് വന്നാണ്. ഞാൻ കുറച്ച് തിരക്കിലായി പോയി. 9:15 ഇപ്പൊ നമുക്ക് എന്തായാലും കണ്ടു നോക്കാം. ഗെയിം മോഡ് പടമാണെന്നാണ് കേട്ടത്. എവിടെ എന്താണ് അപ്പൊ തുടങ്ങാം. യൂസ് സബൂഫർ ഓർ ഹെഡ്ഫോൺസ് ഓർ ശരി യൂള്ളി. ஆடு டேய் பாடு, நீ எப்படிடா எங்க வந்த? நீ கதவை தோற, எப்படி வந்தேன்னு சொல்லு. தோற. ஓ He's Benjamin Joshua, ACP, Cochin City. ஓ மம்முக்கைയാണ് நிறைய. He had a strong team. And they all were well trained. ശരി വിഷയമാണല്ലോ. He is Mr. Nobody. ഓ But definitely somebody. Classy, sleek. പ്രശ്നക്കാരനാണോ എന്ന് ചോദിച്ചാൽ I don't think so. Because that's too simple a word to മ്യൂസിക് describe. ഖുഷിയാണ്. ആരാണ് മ്യൂസിക്? ഇതൊരു കളിയാണ്. ക്ലാസ് സാധനം. നന്മയും തിന്മയും തമ്മിലുള്ള ഈ കളിയുടെ അവസാന മോക്ഷമാണ് ഗെയിം പ്ലാൻ. മോക്ഷത്തിലേക്ക് നിങ്ങളെ നയിക്കാൻ കാമത്തിന്റെ പടവുകൾ ഉണ്ടാവും. ഒപ്പം കാമത്തിന്റെ സീൽകാലം മുഴക്കുന്ന ശുദ്ധശക്തികൾ നിങ്ങളെ നിമ്മതിയിലേക്ക് പതിപ്പിക്കും. പട്ടികളൊന്നും കടിക്കാറില്ല. കുരയ്ക്കുന്ന പട്ടിയപ്പോന്ന് ഞോട്ടി നോക്കും. പൊക്കിളിന് ചുറ്റും സർക്കിളിട്ട്. ഓ മറ്റേ രജനീകാന്തിന്റെ താരം. വരുന്നതൊക്കെയുണ്ട്. എന്റെ പൊന്നെ, ഡീനോ ഡെന്നിസ്. നിന്റെ ഡെയർ ഡബിൾ ആന്റഗണിസ്റ്റ് ഇല്ലേ, അവനെ നമ്മൾ പൊക്കും. ഓക്കെ, അപ്പൊ ഏതൊരു ഹിഡൻ വില്ലൻ ഉണ്ട് പടത്തില്. കൊള്ളാടാ, ഐ ആം ഇംപ്രസ്ഡ്. കൊള്ളാം, കിടില സാധനം. ഡീനോ ഡെന്നിസ് എന്ന് പറയുന്നത് നമ്മുടെ ന്യൂഡൽഹിയൊക്കെ എഴുതിയ ഒരു പുള്ളിയുണ്ട്, ഡെന്നിസ് ജോസഫ് എന്ന് പറഞ്ഞ്. എന്തായിരുന്നു മമ്മൂക്ക പറയണ കേട്ടിട്ടുണ്ട്, കലൂര് ഡെന്നിസ്. പുള്ളീൻ്റെ മകൻ്റെ പടമാണ് ഇത്. അപ്പോൾ ആദ്യം കഥ പുള്ളി എന്തോ കേൾക്കാതെ വിട്ടെന്ന, പിന്നെ പുള്ളി കഥ പറഞ്ഞപ്പോഴത്തേക്ക് നീ എന്നെ ഡയറക്റ്റ് ചെയ്തോന്ന് മമ്മൂക്ക പറഞ്ഞെന്നോ, അങ്ങനെ എന്തൊക്കെയോ കുറേ കാര്യങ്ങളൊക്കെ കേട്ടിട്ടുണ്ട്. സോ അത്രേ ഉള്ളൂ. അപ്പോൾ നാളെയാണ് എമ്പുരാൻ. എല്ലാം സെറ്റായിട്ടിരിക്കുകയാണ്. രാവിലെ പോവുക, പടം കാണുക. എന്തൊക്കെ നടക്കുമെന്ന് അറിഞ്ഞുകൂടേ. കൊതിച്ചിരിക്കുകയാണ് എന്തൊക്കെ നടക്കുമെന്ന് അറിയാനായിട്ട്. ഇനി ഏതാനും മണിക്കൂറുകൾ മാത്രം നമ്മുടെ മുമ്പിൽ. ഇനി എന്താ പറയുക, ഒരു 6-6.5 മണിക്കൂർ എന്തോ ഉള്ളൂ സിനിമയ്ക്ക് വേണ്ടി. അതുകൂടി കഴിഞ്ഞ് നിർത്തും. ഞാൻ മിക്കവാറും ഒരിക്കൽ കൂടി ലൂസിഫർ ഇരുന്ന് കാണും. വീട്ടിൽ ടി വിയിലെല്ലാം ഇരുന്ന്. എന്തായാലും പൊളിച്ച് കൊള്ളാം. പിന്നെ PVR തന്തയില്ലാത്തവരൊക്കെ നിങ്ങൾ കണ്ടു കാണും. PXL 900, 1200 രൂപയൊക്കെ ടിക്കറ്റ്. എന്തെന്നോന്ന് ചെയ്തിട്ടായി. ശരി, PVR IMAX ഒക്കെ അങ്ങനെ ചാർട്ട് ചെയ്തുണ്ടെങ്കിൽ വല്ലതും ഉണ്ടെന്ന് പറയാം. എടാ, സിനി പോളിസിലെ ഈ 100 രൂപയ്ക്ക് വകയില്ലാത്ത തിയേറ്റർ എന്നോട്ടാണ് 150 രൂപയ്ക്ക് കൊടുത്തു തുടങ്ങിയത്. അങ്ങനെ കൊടുക്കാൻ മാത്രം എന്തുണ്ട്? എന്തിരുന്നിട്ടാണ് നിങ്ങൾ കൊടുക്കുന്നത്? ശോകമാണ്, പര ശോകം. ആൾക്ക് ടിക്കറ്റിന്റെ ആവശ്യം ഉണ്ടെന്ന് വെച്ചിട്ട് ഇങ്ങനെ കിടന്ന് ചാവരുത് മൾട്ടിപ്ലക്സേ. സംഗതി ശരിയാണ്, നമ്മളെ പടത്തിന് 50 കോടി പ്രീ ബുക്കിംഗ് സെയില് കിട്ടി, എല്ലാം ശരി തന്നെ. പക്ഷെ ഇങ്ങനെ ആൾക്കാരെ പറ്റിച്ചിട്ടില്ലേ? എവർക്കൊന്നും ടിക്കറ്റ് എടുക്കാൻ കഴിയാൻ പറ്റില്ല. അവർക്കെല്ലാവർക്കും ഫസ്റ്റ് ഡേ പടം കാണണമെന്നുണ്ടാവും. എത്ര പൈസ പോണെങ്കിൽ പടം. പിന്നെ വേറെ കാര്യം, ഇങ്ങനത്തെ വലിയ പടങ്ങൾ വരുമ്പോൾ മാത്രമേ മിക്കവരും ഇങ്ങനെ കാശൊക്കെ ചിലവാക്കാറുള്ളൂ. അതുകൊണ്ട് തന്നെ ഇവരൊക്കെ 1000-900 1000 രൂപയൊക്കെ ഒരാളൊക്കെ അങ്ങോട്ടൊക്കെ ആണെങ്കിൽ ബോട്ടും ഇല്ലെന്ന് വയ്ക്കും. ഒരു ഫാമിലിക്കൊക്കെ ആണെങ്കിൽ നിങ്ങൾ ആലോചിച്ച് നോക്ക്. ഒരു ഫാമിലി 4 പേരുണ്ടാവും.
ഈ PVR പോലത്തെ ഇതിലൊക്കെ ഈ 900 രൂപയ്ക്ക് എടുക്കുകയാണെങ്കിൽ 3600 പ്ലസ് മറ്റേ കൺവീനിയൻസ് ചാർജ് ഉണ്ട്. അതിനെത്ര 70 രൂപ എന്താണ് ഞാൻ ചുമ്മാ എടുത്ത് നോക്കിയപ്പോൾ കണ്ടത്. അപ്പോൾ അതും കൂടി അത് 250 ആകുമ്പോഴത്തേക്കോ 3900 4000 രൂപയോളം ടിക്കറ്റിനായി. മറ്റേ പൊരി, വെള്ളം, സാൻഡ്വിച്ച് കഴിക്കാൻ, മറ്റേ മുട്ട പപ്സ്, ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ വാങ്ങിക്കുമ്പോൾ അതിനാവും ഒരു 1000-600 രൂപ വേറെ. മറ്റേ കൊട്ടയിൽ മറ്റേ അവന്മാർ വിൽക്കുമല്ലോ പൊരി, അതിനൊക്കെ ഇപ്പോൾ 300-350 രൂപയ്ക്ക് എന്തൊക്കെയാണ് അവന്മാർ വാങ്ങിക്കണേ. തേപ്പെന്ന് പറഞ്ഞാൽ ഇതിലും എന്ത് പറയാ, ആവശ്യക്കാരനെ ഇല്ലെന്ന് അവന്മാർക്ക് മനസ്സിലാവട്ടെ. ഇവിടെ ഒരു ഇത് വേണം, അവിടെ സ്ട്രിക്റ്റ് ആയിട്ട് ഇത്ര പൈസ കൂടുതൽ വാങ്ങിക്കരുതെന്നുള്ളൊരു ഗവൺമെന്റ് അത് ഫോം ചെയ്യണം. അല്ലെങ്കിൽ പിന്നെ ശരിയാവില്ല. അവന്മാരിങ്ങനെ വരുമ്പോഴത്തേക്കും അതൊക്കെ നമ്മുടെ വനിതൊക്കെ ആണെങ്കിൽ എന്തുകൊണ്ടും ഫാമിലിയൊക്കെ ആയിട്ട് പോയി പടം കണ്ടു കഴിഞ്ഞ് ഫാമിലിക്ക് സാധനമൊക്കെ വാങ്ങിച്ച് 1000 രൂപയ്ക്ക് കാര്യം ഒതുക്കാൻ പറ്റും. അത് മാത്രമല്ല ഈ PXL IMAX എന്നൊക്കെ പറയണത് ഫ്ലാറ്റ് റേഷ്യോ സ്ക്രീനാണ്. പടം സ്കോപ്പും ഇത്ര സ്ക്രീൻ ഉണ്ടെങ്കിൽ ഇത്രേ പടം ഉണ്ടാവുള്ളൂ, ഇത്ര ബ്ലാക്ക് ബാർ ആയിരിക്കും. അതിൻ്റെ ഇടയിലാണ് അവന്മാര് എന്ത് പറയാ, പോണവന്മാര് പോവും, കാണാൻ കാണും, കാശുള്ളവർ അവിടെ കയറി ഇരുന്ന് കാണും. പക്ഷെ പരിപാടിയാണ്, അത് പറയാതിരിക്കാൻ വയ്യ. എനിവേ നാളെ പടം കണ്ടിട്ട് അഭിപ്രായം പറയാം. ബൈ ബൈ.